വളരെ വൈകിയാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയത്. വണ്ടിയിലെ സ്ക്രീനിലെ സമയം നോക്കൂ, 10:24. രാവിലെ വൈകി പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആവശ്യത്തിലധികം വെയിൽ കൊള്ളേണ്ടി വരും. 7 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാറുള്ള ഞാൻ ഇന്ന സമയത്ത് ജോലിക്ക് ഇറങ്ങണം എന്നൊരു നിർബന്ധം ഞങ്ങളുടെ കാര്യത്തിലില്ല. രാവിലെ 5 മിനിറ്റ് വൈകുന്നത് ജോലി തീർക്കാൻ അരമണിക്കൂർ താമസിക്കുന്നതിന് തുല്യമാണ്. വൈകിയതുകൊണ്ട് നല്ല വെയിൽ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ വെയിലില്ലാത്തത് ഒരു ആശ്വാസമായി. ഈ പ്രദേശത്തിന്റെ മുക്കും മൂലയും ഞങ്ങൾക്കറിയാം. പല വഴികളിലും വണ്ടി എത്തുന്നതിനേക്കാൾ വേഗതയിൽ ഞങ്ങൾ നടന്ന് റീഡിംഗ് തീർക്കാറുണ്ട്. ഇന്ന് റീഡിങ്ങിനിടയിൽ പരിചയപ്പെട്ടതാണ് ഈ പോത്തുകൂട്ടനെ. ആദ്യം കേട്ട ശബ്ദം പോത്തിന്റെ അല്ല കേട്ടോ, ഞാൻ ഇട്ടതാണ്. ഏതവനാടാ ഇത്രക്ക് വൃത്തിയായിട്ട മിമിക്രി കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് പോത്ത് നോക്കുന്നത്. പുള്ളിയുടെ നോട്ടം എന്തായാലും എന്നെ തന്നെയാണ്. വീഡിയോ എടുക്കുവാണോ, ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ എന്നാണോ ഉദ്ദേശിച്ചതെന്നറിയാം. എന്തായാലും എൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് അവൻ്റെ തലയും മാറിക്കൊണ്ടിരുന്നു. ഇനി റീഡിംഗ് എടുക്കാനുള്ളത് ഇതാ ഈ വഴിയിലെ വീടിലായിരുന്നു. ഇതവിടുത്തെ റീഡിംഗ് എടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോഴും പോത്തുകൂട്ടം നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മണ്ണിട്ട വഴിയായിരുന്നു. ടാർ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നിറയെ ഗ്രാവൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ പോത്തുകൂട്ടൻ്റെ നോട്ടം അത്ര പന്തിയല്ല എങ്കിലും കയർ ഇവിടെ വരെ എത്തില്ല എന്ന കോൺഫിഡൻസിൽ വീണ്ടും മുന്നോട്ട്. സാധാരണ പട്ടിയുടെ കടിയാണ് സ്ഥിരമായി കൊള്ളാറുള്ളത്. പോത്തിന്റെ കുത്തുകൂടെ കൊള്ളേണ്ടി വരുമോ എന്നൊരു ഭയം എന്നെ അലട്ടാതിരുന്നില്ല. ഒരു പോത്ത് മറ്റൊരു പോത്തിനെ കണ്ടതിൻ്റെ ആണ് എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഇതുപോലുള്ള തൊണ്ടുവഴികളിലൂടെ സ്കൂട്ടറിന് കടന്നു വരാൻ പറ്റും എങ്കിലും ഇതിന് അപ്പുറത്തേക്കുള്ള വീടുകളിലേക്ക് പാടം ക്രോസ് ചെയ്ത് വേണം പോകുവാൻ. നടന്നാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണാറുള്ള പട്ടിയാണെന്ന് തോന്നുന്നു. അന്യായ കൊരയായിരുന്നു. പട്ടിയുടെ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. കിട്ടിയ ഫോട്ടോ വീഡിയോയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പാടം മാത്രമല്ല ഉള്ളത്, ഇതുപോലുള്ള വഴികളുമുണ്ട്. ചില ഭാഗത്ത് നടന്നും ചില ഭാഗത്ത് സ്കൂട്ടറിനുമാണ് പോവുക. രാവിലെ വൈകിയതുകൊണ്ട് തന്നെ ഇനിയും കുറേയേറെ തീർക്കാനുണ്ട്. പല മോട്ടോർ പുരകളിലേക്കുമുള്ള വഴി കാട് കയറി കിടക്കുന്നതായിരിക്കും ഈ കാണുന്നത് പോലെ. പട്ടി, പോത്ത്, പാമ്പ്, കടന്നൽ മുതലായവയെ പേടിക്കണം. മുൻപൊരിക്കൽ മീറ്ററിൻ്റെ പെട്ടിയുടെ ഉള്ളിൽ പാമ്പിനെ കണ്ടതാണ്. പോത്തിൻ്റെ കാര്യം വെറുതെ പറഞ്ഞതാട്ടോ, പോത്തൊരു ഭീഷണിയല്ല. കൃഷി ആവശ്യത്തിനുള്ള കണക്ഷൻ ആയതുകൊണ്ട് മോട്ടോർ പുരയ്ക്ക് കറണ്ട് കാശ് കുറവാണോ എന്നൊരു സംശയം മിക്കവർക്കും ഉണ്ടാകാം. ശരിയാണ്, മോട്ടോർ പുരയ്ക്ക് കറണ്ട് കാശ് കുറവാണ്. ആ കാണുന്നതാണ് മോട്ടോർ പുര. വളരെ വൈകി ഡ്യൂട്ടി തീർത്ത് വന്നപ്പോഴാണ് തറവാട്ടിലെ മോട്ടർ കംപ്ലൈൻ്റ് ആയ വിവരം വിളിച്ചു പറയുന്നത്. പറമ്പിൽ നിന്ന് വെള്ളം ലീക്കാവുന്നത് കണ്ടപ്പോഴേ പൈപ്പ് പൊട്ടിയതാണെന്ന് മനസ്സിലായി. പറമ്പ് കളച്ച് JCB പണി തന്നതാണ്. അത്യാവശ്യം ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോക്ടർ മുതലായ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഡോക്ടർ എന്നൊക്കെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. എന്തായാലും തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. മണ്ണ് മാറ്റി പൊട്ടിയ പൈപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു കയ്യിൽ എന്നെയും ഒരു കയ്യിൽ ആൻഡ്രൂസിനെയും എന്ന് പറയുന്നത് പോലെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ കൈക്കോട്ടുമായി മണ്ണ് മാന്തി തുടങ്ങി. പൈപ്പ് പൊട്ടിയത് വ്ളോഗിടാനുള്ളൊരു കണ്ടന്റ് ആക്കണമല്ലോ. ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു വന്ന അടുത്ത വീട്ടിലെ ശ്രീഹരി വീഡിയോ എടുക്കാൻ സഹായിച്ചു. ശ്രീഹരിയെ വഴിയെ കാണിക്കാം. ക്യാമറാമാനെ കിട്ടിയ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതായി അഭിനയിച്ചു. എത്ര നീളത്തിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നറിയില്ല. എന്തായാലും ഒരറ്റം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വീണ്ടും മണ്ണ് നീക്കി. എത്ര നീളത്തിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് വേണം പൈപ്പ് വാങ്ങിക്കാൻ. കുറച്ച് സമയത്ത് തിരച്ചിലിനൊടുവിൽ മറ്റേ അറ്റവും കണ്ടെത്തി. പൈപ്പ് വാങ്ങുമ്പോൾ കൈക്കോട്ട് കൊണ്ട് പൊട്ടുന്ന നീളം കൂടെ കണക്കാക്കി മേടിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു. ഈ പൈപ്പ് അത്ര ഫ്ലെക്സിബിൾ അല്ല എങ്കിൽ ഇത് ഒട്ടിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. പണി അറിഞ്ഞുകൂടല്ലോ. ഏകദേശം ഒരു 2 മീറ്റർ പൈപ്പ് പൊട്ടിയിട്ടുണ്ടാകണം. നമ്മൾ പൊട്ടിച്ച 10 സെന്റിമീറ്റർ വേറെ. ഇനി 1 ഇഞ്ചിന്റെ പൈപ്പ് മേടിക്കണം. 2 കപ്ലിങ്ങും. പൈപ്പ് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. പതിവ് പോലെ ഗേറ്റഡ. 2 ട്രെയിൻ പോകേണ്ടി വന്നു. ഗേറ്റഡ കഴിഞ്ഞ് വരുമ്പോൾ ദാ ഈ കാണുന്ന വിധം ഇരുട്ടി തുടങ്ങിയിരുന്നു. എന്തായാലും ദാ ഈ കാണുന്ന വളവ് തിരിഞ്ഞെത്തുന്നത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ കടയിലാണ്. സൺറൈസ് പെയിൻറ്റ്സ് ആൻഡ് ഹാർഡ്വെയർ. പബ്ലിസിറ്റി തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പുള്ളിയുടെ മുഖം കാണിക്കാതെ പൈപ്പ് മുറിക്കുന്നതിൻ്റെ മാത്രം വീഡിയോ എടുത്തു. ഞങ്ങൾ യൂട്യൂബർമാർ പൈസ തരാറില്ല, പ്രൊമോഷൻ മാത്രമേ തരാറുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിയുടെ മറുപടി വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അത്ര ഭീകരമായിരുന്നു. അപമാനിതനായതിൻ്റെ എക്സ്പ്രഷൻ മുഖത്ത് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട്. റെയിൽവേനെ കൊണ്ട് പറ്റുന്നത് റെയിൽവേയും ചെയ്യും എന്ന ഭാവനയാണ്. ദാ വീണ്ടും ഗേറ്റടാ. ഗേറ്റിന് സമീപത്തെത്തിയപ്പോഴേ ട്രെയിൻ വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇപ്പം നീ പോവണ്ട എന്ന ഭാവേന രണ്ടാമത്തെ ട്രെയിൻ വരാനും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇല്ലോളം താമസിച്ചാലും വന്നല്ല. ആദ്യം കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ട്രെയിൻ പോകുന്നു. ഇനിയുള്ള ജോലി ഇരുട്ടത്ത് ചെയ്യണമല്ലോ എന്നാണ് എൻ്റെ സങ്കടം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നാണല്ലോ. വണ്ടിയുടെ ലൈറ്റ് തെളിച്ചു. കുഴിയുടെ അകത്തേക്ക് വെളിച്ചം എത്തുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു ടോർച്ച് തെളിച്ചു വെച്ചു. ഏറെക്കുറെ ഇപ്പോൾ കാണാം. ടിയാൻ സിനിമയിൽ മലമുകളിലേക്ക് നോക്കിക്കൊണ്ട്
ദാ ആ കാണുന്ന വെളിച്ചം ഞാനാണ് എന്ന് പൃഥ്വിരാജ് ഇന്ദ്രജിത്തിനോട് പറയുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ദാ നമ്മുടെ ശ്രീഹരി വെളിച്ചവുമായി. ഇത്തരത്തിലൊരു എൻട്രി ശ്രീഹരിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ശ്രീഹരിയെ പിന്നെ കാണിക്കാമെന്ന് ആദ്യം പറഞ്ഞത്. ലൈറ്റ് യൂണിറ്റും ക്യാമറയും ഇപ്പൊ ശ്രീഹരി ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഒരറ്റത്ത് കപ്ലിംഗ് ഇട്ട് പൈപ്പ് ഒട്ടിച്ചെടുത്തു. മറ്റേ അറ്റത്തേക്കുള്ള നീളം കണക്കാക്കി മുറിച്ചെടുക്കണം. വിരല് വെച്ചൊരു അടയാളം ഇട്ട് ഒരു ആക്സോ എടുത്ത് മുറിച്ചെടുത്തു. ആദ്യത്തെ അറ്റത്ത് കപ്ലിങ് മാത്രമാണ് ഒട്ടിച്ചത്. ഇതാ ഇപ്പോൾ നമ്മൾ പൈപ്പും ഒട്ടിച്ചെടുക്കുന്നു. ഒരു കോട്ടൺ വേസ്റ്റ് എടുക്കാതിരുന്നതിനാൽ പൈപ്പ് തുടച്ചെടുക്കാൻ വേണ്ടി പറമ്പിൽ കിടന്ന സ്പോഞ്ചിൻ്റെ കഷ്ണമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും രണ്ട് സൈഡും നമ്മൾ ഒരുവിധം ഒട്ടിച്ചെടുത്തു. എന്തായാലും ഞാൻ ഒട്ടിച്ചതിൻ്റെതായ പ്രശ്നങ്ങൾ ഇനി ഇതിന് വരാനിരിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. മോട്ടോർ ഇട്ടു, വെള്ളം വന്നില്ല. മര്യാദക്ക് പ്ലംബറെ വിളിക്കാമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണോ എന്നായി വീട്ടുകാർ. ഈ കാണുന്ന കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയതുകൂടെ കണ്ടുപിടിച്ചു. കപ്പാസിറ്റർ മാറ്റി വെച്ചു. ഇപ്പോൾ വെള്ളം എടുക്കുന്നുണ്ട്. ഭാഗ്യത്തിന് എങ്ങും ലീക്കില്ല. അങ്ങനെ ആ ദിവസം ഇവിടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും കിട്ടുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.